Hi, good evening. Good evening to all. Yes, വീണ്ടും ഒരു റൈറ്റിംഗ് ഡിപ്പിക്ഷനുമായിട്ട് നമ്മൾ വന്നേക്കുവാണ്. യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ് അജി, ഗുഡ് ഈവനിങ്. Prince Libin, yes, good evening, good evening. Adira Deepu, yes, good evening. Bessie Matthew, good evening. Jinumol Thomas, good evening. Nisha Shahjan, good evening. Neethu C. Saji, good evening. Good evening, good evening to all. Yes, good evening, good evening. Reshmi Baburaj, good evening. Neethu Shashindran, good evening. Pratiksha Deepu, good evening. Yes, yes. Good evening, Sanila. Good evening, good evening. Yes. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കേസ് നോട്ട് OCNന്റെ കേസ് നോട്ടാണ്. ഓൾറെഡി ഈ കേസ് നോട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ആരെങ്കിലും ഈ കേസ് നോട്ട് കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. Deepthi Abhilash, yes, Manchusha, Rishad, good evening. Sri Lakshmi, good evening. Clarina, hi Clarina, good evening. Ashlyn Vijos, good evening, good evening, yes. Anshu Akhil, good evening. Yes, happy to see you all here. Yes, yes. Shiba Kuriakos, good evening. Ullas, good evening. Yes, Ninu John, yes, good evening, good evening. Sunu Reggie, good evening. Yes. എനിക്കറിയാം എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. നാളെ നമുക്ക് എക്സാം ഉള്ള ഒരു ദിവസമാണ് അല്ലെ. സോ എല്ലാവരും ഹോപ്പ്ഫുള്ളി നാളെ എക്സാം എഴുതാൻ അല്ലെ, ഒത്തിരി പ്രതീക്ഷയോടുകൂടെ നാളത്തെ ഒരു ഡേ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. സോ ആരെങ്കിലും നാളെ എക്സാം എഴുതുന്ന ആളുകൾ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുവാണോ അതോ നാളെ എക്സാമിന് ടെൻഷൻ അടിച്ചിരിക്കുവാണോ? സോ ആരൊക്കെയാണ് നാളെ എക്സാം എഴുതുന്നവര് ലൈവ് കാണുന്നത് എന്ന് അറിയാനായിട്ടാണോ? ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്. Good evening, Ashwati, Anina, Jyoti Vishnu, yes, Reguvaran, hi, good evening, Jobi, Jyoti Vishnu, yes, Santi, Laya, yes, Kirtana, Manchu, Sebastian, good evening, Ashwati, M. Nair, good evening, Remya Sanesh, good evening, Shirin, hi, Shirin, Lishma, Sumitra, yes, Delna Boban, Dilna, yes, Reshmi, yes, Reshmi Shyamanath, Philby, hi, Philby, Mayusha, Priya M, Shobha, yes, Gigi Thomas, good evening, good evening. Yes, Rincy Jibin, good evening. Yes, Vidya Shijin, good evening. Yes, good evening. Yeah, good evening. Happy to see you too. Jasna Mol, Jasna Noble, yes. Ambali CK, good evening. Athira Sukumaran, good evening. Arianish, yes, tomorrow exam ആണ്. Okay, relaxed ആയിട്ട് ഇരിക്കുകയാണോ? Relaxed ആയിട്ട്, okay, എല്ലാം സെറ്റ് ആണ്. നാളെ എക്സാം എഴുതാൻ പോവാണ്. സോ ഇന്ന് റൈറ്റിംഗ് ഡിപ്പിക്ഷൻ ഒന്ന് കണ്ടേക്കാം, പുതുതായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാലോ അല്ലെ. യെസ്, ആ ഒരു രീതിയിൽ എക്സാം നാളെ എക്സാം എഴുതാൻ പോകുന്ന ഇന്ന് റൈറ്റിംഗ് ഡിപ്പിക്ഷൻ കാണുന്ന ആരൊക്കെ ഉണ്ടാവുന്ന കമന്റ് ചെയ്യാമോ? യെസ്, റിയലി ഹാപ്പി ടു സീ യു ഓൾ ഹിയർ. യെസ്, ഷിൻറ്റോ അഗസ്റ്റിൻ, ഗുഡ് ഈവനിങ്. രേഷ്മ ആറ്റനെ, ഗുഡ് ഈവനിങ്. അനുലാൽ, ഗുഡ് ഈവനിങ്. യെസ്, Jay Chitra, Phil B, yes, Nancy Sharin, good evening. Divya Raju, good evening. Deena Baisal, good evening. Vidya Shijin, yes, exam ana, all the very best dear. Yes, Jolie Kurian, happy to see you too, Jolie. Yes, Shyamala, hi Shyamala, good evening. Swapna, good evening. Ravi Kumar, good evening. Yes, Priya Sunil Kumar, good evening. ഓക്കെ, സിത്താര, യെസ്, ഗുഡ് ഈവനിങ്. നാളെ എക്സാം എഴുതുന്നവർ ആരൊക്കെയാണ്? കുറച്ചധികം പേര് എക്സാം എഴുതുന്നവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അനില സുനിൽ, ഗുഡ് ഈവനിങ്. യെസ്, ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും അല്ലെ. യെസ്, അപ്പൊ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നാളെ എന്ന് പറയുന്നത് നിങ്ങളുടെ ദിവസം ആവട്ടെ. സോ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നാളത്തെ ഒരു എക്സാമിന് വേണ്ടി നാളത്തെ ഒരു ഡേറ്റ് നമ്മൾ എന്നെടുത്തതാ അല്ലെ. അതെ, കുറെ നാളുകൾക്ക് മുമ്പ് ഡേറ്റ് എടുത്ത് നാളത്തെ ഒരു എക്സാം ഡേറ്റിന് വേണ്ടി ഈഗർലി നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. നാളത്തെ ഒരു ദിവസം നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫിനിഷ് ചെയ്യുന്ന ഒരു ദിവസമായിട്ട് നാളെ മാറട്ടെ. ഒത്തിരി ഒരു ലോങ് ഡേയ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഒരു ലോങ് പീരീഡ് ആയിട്ട് അല്ലെ നമ്മൾ എന്താണ് പ്രിപ്പറേഷനിലാണ്. OETയുടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ മോഡ്യൂൾസും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ, നല്ല ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് നാളത്തെ എക്സാമിന് നിങ്ങൾ പോണത്.
ആ ഒരു മെന്റാലിറ്റിയോട് കൂടെ തന്നെ നാളത്തെ എക്സാമിനെ കാണുക. നാളത്തെ എക്സാം ഏറ്റവും നല്ലൊരു എക്സാം ആയിട്ട് മാറണം. സോ വളരെ കോൺഫിഡന്റ് ആയിട്ട് നാളത്തെ ഒരു ദിവസം എക്സാമിനായിട്ട് പോവാം. ഓക്കെ, അതിനകത്തൊരു സെൽഫ് ഡൗട്ടിന്റെ കാര്യമൊന്നുമില്ല. OET എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്കിൽ അസസ്മെന്റ് ടെസ്റ്റ് ആണ് അല്ലെ. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്കിൽ അസസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് നാളെ നടക്കാൻ പോണേ. അപ്പൊ നമ്മുടെ ഒരു സ്കിൽ അസസ്മെന്റ് ടെസ്റ്റുകളുടെ പ്രത്യേകത എന്താണ്? നമ്മളൊരു തലേദിവസം ഇരുന്ന് പഠിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അല്ലെ ഓൾറെഡി ഉള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്, ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാം പോലെ പ്രീവിയസ് ഡേ ടെൻഷൻ അടിച്ച് പഠിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ് ഇസ് എ സ്കിൽ അസസ്മെന്റ്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളെ എക്സാക്ട്ലി നിങ്ങളുടെ സ്കില്ലിനെ അസസ് ചെയ്തായിരിക്കും നാളത്തെ ഒരു ദിവസം എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് പോയാലായിരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു സ്ഥലത്ത് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുവാണെന്ന് വിചാരിക്കാം. മൈൻഡ് ഒക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കിട്ടും അല്ലെ. അതെ, അപ്പം നല്ല നല്ല ഐഡിയ നമ്മുടെ ഉള്ളിലോട്ട് പെട്ടെന്ന് നമുക്ക് വരാം. നമ്മൾ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടിരിക്കുന്ന എപ്പോഴാണ്? നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് അല്ലെ. അതെ, ഈ സെയിം കാര്യം തന്നെയാണ്. നമ്മൾ എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. നമ്മുടെ സ്കിൽസ് നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും കാണിക്കാനും ഒക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം വളരെ മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് പോവാം. നിങ്ങളെ കൊണ്ട് എത്രമാത്രം റിലാക്സ് ആവാൻ പറ്റുമോ അത്രയും റിലാക്സ്ഡ് ആയിട്ട് വേണം നാളത്തെ ഒരു ദിവസം എക്സാമിന് വേണ്ടി പോവാനായിട്ട്. സോ എക്സാം എഴുതാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന, നാളെ ഡേറ്റ് എടുത്ത് നിങ്ങളുടെ ആ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ ബെസ്റ്റ്. സോ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നാളെ പറ്റട്ടെ. സോ നമുക്ക് അതിന് ഇന്നത്തെ നമ്മുടെ ലൈവിന്റെ ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. എല്ലാവരും ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്, ഗുഡ് ഈവനിങ് ബിൻസി സാജൻ. Yes, Nisi Rose Philip, Binsi Sajan. Yes, Ambali Johnny, good evening. Tintu Jerry, good evening. Lita, good evening. Ashwati, yes, good evening, good evening. Yes, good evening. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, ഹാപ്പി ടു സീ യു ഓൾ ഹിയർ. യെസ്, ഫസ്റ്റ് ടൈം റൈറ്റിംഗ് ഡിപിക്ഷൻ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാമോ? ഫസ്റ്റ് ടൈം റൈറ്റിംഗ് ഡിപിക്ഷൻ കാണുന്ന എത്ര പേരുണ്ടെന്ന് അറിയാനായിട്ടാണ്. ഓരോ പ്രാവശ്യവും പുതിയ പുതിയ സ്റ്റുഡൻസ് ആണ് റൈറ്റിംഗ് ഡിപിക്ഷന് എപ്പോഴും ജോയിൻ ചെയ്യുന്നത്. അപ്പം പുതിയതായിട്ട് ആരൊക്കെയാണ് റൈറ്റിംഗ് ഡിപിക്ഷൻ കാണുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അശ്വതി, അഭിലാഷ്, ലിസ്മി, ലിജോ, ആതിര, ശ്രീജിത്ത്, ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ റൈറ്റിംഗ് ഡിപിക്ഷൻ കാണുന്നതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്. Jimmy, Jason, Lakshmi, Manish, Deepa, yes. Ashwati, yes, I'm fine, dear. Aishwarya, Ashita, yes, good, yes. Ruby, Matthew, good evening. Sita, good evening. Divya, Sanoj, good evening. Yes, good evening. Manchu, Rajan, good evening. Ashwani, good evening. Monisha, Srijit, good evening, yes. Jisha, Sonesh, good evening. Nimisha, hi Nimisha, good evening. Rizana Rashid, good evening. Yes, Tintu Cheri, Ampli Johnny, yes. Nicey Rose Philip, good evening. Anu Thomas, I am fine, dear. Yes, Neeta Jibu, Sharanya Vineet, yes. Grishma Raj, Lakshmi Prajit, good evening. Sunita Elias, good evening. Anu Shabu Kesia, yes. Ashwati Kiran, Lavanya, Anand, hi, good evening. Linta George, yes, good evening. Okay, yes, good evening. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ് എന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. യു ഓൾ ആർ വെൽക്കം. യെസ്, അതുല്യ വിശ്വൻ ഫസ്റ്റ് ടൈം ആണ്. സോ യു ആർ വെൽക്കം ഡിയർ. യെസ്, ലിബി ഡാനിയൽ, ലക്ഷ്മി ദേവി, യെസ് ഫസ്റ്റ് ടൈം ആണ്. വെരി ഗുഡ്, യു ആർ വെൽക്കം. പ്രവീണ, യെസ്. ജിതിൻ, ലിൻറ്റു, യെസ്. നീതു, റെജി, യെസ് ഫസ്റ്റ് ടൈം ആണ്. ഗീതു, ഹരീഷ്, യു ആർ വെൽക്കം ഡിയർ. സ്നിജി, സന്തോഷ്, സിത്താര, ദിവ്യ, ഗുഡ് ഈവനിങ്. യെസ്, ഗീതു, സേവിയർ, ഗുഡ് ഈവനിങ് ഡിയർ. ഓക്കെ, we will move on to this is the Shamina. Okay, my first time in your live. Yes, Shamina, you are welcome, dear. Rani Robin, Sri Parvati, good evening. Binsi Prince, yes, good evening to all. Yes, so നമ്മൾ നമ്മുടെ ലെക്ചറിന്റെ ഡിസ്കഷനിലോട്ട് പോവാണ്, റൈറ്റിംഗ് ഡിപിക്ഷനിലോട്ട് പോവാണ്. സോ ഇന്നത്തെ റൈറ്റിംഗിന്റെ കേസ് നോട്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഗൈൻ നമ്മൾ ഫേസ്ബുക്കിൽ ഓൾറെഡി ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിൽ പോവാ, റൈറ്റിംഗ് കേസ് നോട്ട് ഡൗൺലോഡ് ചെയ്യുക. വളരെ ടഫ് ആയിട്ടുള്ള എന്നാൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒത്തിരി ഡേറ്റ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കേസ് നോട്ടാണ് OCN. യെസ്, ഈ കേസ് നോട്ട് വായിച്ചവർ എത്ര പേരുണ്ട് ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, കേസ് നോട്ട് വായിച്ചിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഒന്ന് കമന്റ് ചെയ്യാമോ? എത്ര പേര് കേസ് നോട്ട് വായിച്ചു?
ഈസി ആയിട്ട് കേസ് നോട്ട് തോന്നി എന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യാമോ? യെസ് യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ജിഷ, യെസ് ഫസ്റ്റ് ടൈം. മനു മനോജ്, ഗുഡ് ഈവനിങ്. ശ്രീജ, ഹിമ ബാബു, ഗുഡ് ഈവനിങ്. റിൽസ, മഞ്ജു, സുശാന്ത്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ് സുഭാഷ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ് മെർലിൻ ജെമി ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്. ജിഷ ഷിബു, ഹായ് ജിഷ, ഗുഡ് ഈവനിങ്. നിതു രഞ്ജിത്ത്, ഗുഡ് ഈവനിങ്. യെസ് യെസ്, ഗുഡ് ഈവനിങ്, ഫസ്റ്റ് ടൈം ആണ്. ഗുഡ് ഈവനിങ്, യു ആർ വെൽക്കം ഡിയർ ലക്ഷ്മി. സ്നോബി പോൾ ഓൾസോ ഫസ്റ്റ് ടൈം, യു ആർ വെൽക്കം ഡിയർ രശ്മി. യെസ് യെസ് എന്ന് പറയുന്നുണ്ട്. സോ കേസ് നോട്ട് വായിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കേസ് നോട്ട്? കേസ് നോട്ട് വായിച്ചിട്ടാണ് ലൈവ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, കമന്റ് ബിലോ. യെസ് സൂര്യ, ഹായ് സൂര്യ. Yes, Ashwati Prashad, Tindu. Yes, I read, ma'am. Yes, very good. Yes, ma'am, read edu. Okay, fine. Read edu. Yes, GB Eben, good evening. Yes, yes, I read, ma'am. Good evening, Danya. Yes, Jisha, hi Jisha. Yes, Manchu, Sushant, Supriya. Hello, good evening. Good evening, dear. I have read it, but a little perplexed. Okay, no worries. We are going to discuss it. Okay, tough ana enna Jishnu parayunnundu. No problem. I read the case notes. Okay, very good. I read it. I read, ma'am. Shobha, very good. ഒത്തിരി പേര് കേസ് നോട്ട് റീഡ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം. ആ ഒരു കേസ് നോട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ കാണാനായിട്ട് പോവാണ് അല്ലെ? യെസ്. അപ്പൊ ഫസ്റ്റ് ടൈം ആണ്, കുറെ പേര് ഫസ്റ്റ് ടൈം ആണ്, കുറെ പേര് കേസ് നോട്ട് കാണാത്തവരുണ്ടെങ്കിൽ കേസ് നോട്ട് ഫേസ്ബുക്ക് പേജിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് വായിച്ചതിന് ശേഷം ലൈവ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ ഫൈൻ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി പേര് വായിച്ചിട്ട് വന്നിട്ടുണ്ട്, ചിലരൊക്കെ പെർപ്ലെക്സ്ഡ് ആണ് എന്ന് പറയുന്നുണ്ട്. നോ പ്രോബ്ലം, വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇറ്റ്. നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കേസ് നോട്ടിലോട്ട് പോവാണ്. ഈ കേസ് നോട്ട് കൺഫ്യൂസിങ് ആണ് എന്ന് തോന്നാനുള്ള കാരണം എന്താ? കുറച്ച് പേര് കൺഫ്യൂസ്ഡ് ആണ് അല്ലെ? അതെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കേസ് നോട്ട് കൺഫ്യൂസ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം? ഡിഫിക്കൽട്ട് ആണ്, ഡിഫിക്കൽട്ട് ആണ്. യെസ് മാം, റീഡ് ഇറ്റ് മാം. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് നീനു. യെസ് യെസ്, ഐ റെഡ് മാം. ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട്. റിയലി ഗുഡ്, ഗ്രേറ്റ്. ഈ കേസ് നോട്ട് വായിച്ചവര് എന്ത് ആസ്പെക്റ്റിലാണ് ഈ കേസ് നോട്ട് ടഫ് ആണ് എന്ന് പറഞ്ഞതെന്ന് ഒന്ന് പറയാമോ? കാര്യം നാളെ എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഏത് ആസ്പെക്റ്റിലാണ് നിങ്ങൾ ഈ കേസ് നോട്ട് ടഫ് ആണ് എന്ന് പറഞ്ഞത്? ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ടഫ് ടഫ് ടഫ്. ഒത്തിരി പേര് ടഫ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഷീന പുഷ്പൻ, ജിസ്മി പറക്കാട്ടിൽ, ഐ റീഡ് മാം. ഓക്കെ, കൺഫ്യൂസ് ദ ഡേറ്റ്സ്, മെറിൻ ബിബിൻ. യെസ്, അതൊരു കാര്യമാണ് അല്ലെ? ഒരുപാട് ഡേറ്റ്സ് ഉണ്ട്. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഡേറ്റുകൾ ഈ ലെക്ചറിനകത്തുണ്ട്. വെരി ഗുഡ്, ഗുഡ് ഒബ്സർവേഷൻ. യെസ്, ഫസ്റ്റ് ടൈം ആണ്. യു ആർ വെൽക്കം ഡിയർ അശ്വതി AS. യെസ്, റീഡ്. യെസ്, ഫൈൻ. ഗുഡ് ഈവനിങ് അജു. യെസ്, അപ്പൊ ഒത്തിരി പേര് ഇത് ഡേറ്റ് ആണ് ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഓക്കെ, വി വിൽ ഡിസ്കസ് ഇറ്റ്. നമുക്കത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോവാം. നോ പ്രോബ്ലം. ഡേറ്റ് കൺഫ്യൂസ്ഡ് ആണ്. നീതു സി സജി, ഡിഫിക്കൽട്ട് ആണ്. സോ മെനി ഡേറ്റ്സ് ആർ ദേർ, ഇറ്റ് ഇസ് സോ കൺഫ്യൂസ്ഡ്. നോ പ്രോബ്ലം. അപ്പൊ ഏറ്റവും വലിയൊരു കൺസേൺ എന്താണ്? ഡേറ്റ് ആണ് അല്ലെ? അതെ, നോ പ്രോബ്ലം. നമുക്ക് അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഡേറ്റ് കൺഫ്യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. I have exam, no worries Shyamala, we are going to discuss it. Irrelevant data ഉണ്ട്, confusing ആണ്, no problem. We are going to eliminate those irrelevant data. Okay, no problem. Lindsay Augustine, yes, നമ്മൾ കേസ് നോട്ടിലോട്ട് പോവാണ്. ഒത്തിരി പേര് കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കേസ് നോട്ടിലോട്ട് പോവാം. സോ ആദ്യം തന്നെ നമ്മൾ കേസ് നോട്ടിന്റെ ഏത് ഭാഗമാണ് വായിക്കാൻ പോകുന്നതിന് മുമ്പ് just tell me what all are the 6 points you should remember before you read any case note. Okay, just tell me what all are the 6 points you should remember before you read any case note. ഏതൊക്കെ പോയിന്റ്സ് ആണ് ഈ കേസ് നോട്ട് വായിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഡയഗ്നോസിസ് കൺഫ്യൂസിംഗ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഫസ്റ്റ് ടൈം ആണ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഇൻക്ലൂഷൻ ഓഫ് റെലവന്റ് ഡേറ്റ, യെസ്, കൺഫ്യൂസിംഗ്. ഗുഡ് ഈവനിങ് ദേവിക. Hard to find out relevant data because more details are given. Diagnosis ആണ്. ഓക്കെ, ഒത്തിരി പേർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. അത് ഓരോന്നായിട്ട് നമ്മളത് തിരിച്ചല്ലേ ഓരോന്നായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് റെലവെന്റ് ഇറലവെന്റ് ഡേറ്റ മാറ്റി ഡേറ്റ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കൊഹിഷനോട് കൂടി ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി പോവാണ്. വെരി ഗുഡ്, നോ പ്രോബ്ലം. Who am I? Yes, good, good, good. Yes, known case or unknown case. Who is the reader? Who is the reader? Who am I? Who is the reader? Who is the reader? Yes, very good. Everyone is commenting. Very good. Sia, who is the reader? Very good, very good. Who is the reader? Very good. Okay, good response. So, എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. So, the first one it is, who is the reader? Whether the reader's name is given or not. If it is given, you have to write yours sincerely. If it is not given, you have to write yours
faithfully. Third one, who am I? Purpose of the letter. Diagnosis of the patient. Is it a known case or unknown case to the reader? Very good. Everyone is typing. Very good, very good. Multiple diagnosis ഉണ്ട്. Confusing ആണ് ശ്രീജ. No problem. നമ്മുടെ diagnosis എന്താണ് എന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? Who is the reader എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് we are going to select the diagnosis. അല്ലേ? OCN. Comment. എന്താണ് OCN? What is the full form of OCN? ഒന്ന് comment ചെയ്യാമോ? Yes. Shobha. Yes, yes. Princey. Who is the reader? Reader name. Very good, very good. Yes. ഒന്ന് comment ചെയ്യാമോ? OCN. എന്താണ് OCN ന്റെ full form? ഒന്ന് comment ചെയ്യാമോ? Oncology clinical nurse ആണ്. You are going to write it down this letter to the oncology clinical nurse. That is OCN. Okay, fine. So we are moving to the letter. നമ്മൾ ലെറ്റർ കാണാനായിട്ട് പോവാണ്. ആദ്യം നമ്മൾ ഏത് പാർട്ടിലോട്ടാണ് പോണത്? റൈറ്റിംഗ് ടാസ്കിലോട്ടാണ് പോകുന്നത്. Okay, good. So we will move on. Using the information in the case note, write a letter to Miss Gracie Smith, OCN, Yorkshire Hospital, Tipperary. Yes. In your letter, kindly consider patient's emotional issues and convince him for the surgery. എന്ത് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പേഷ്യൻസിന്റെ ഇമോഷണൽ ഇഷ്യൂസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കൺവിൻസ് ഹിം ഫോർ ദ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഈ പേഷ്യന്റിന് എന്തോ ഒരു സർജറി ഉണ്ട്. ആ സർജറിക്ക് ഈ പേഷ്യന്റിനെ കൺവിൻസ് ചെയ്യുക എന്നത് ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണ്. എക്സ്പ്ലെയിൻ ദ ഔട്ട്കം ആൻഡ് സൈഡ് എഫക്ട് ഓഫ് ദ സർജറി. സർജറിയുടെ സൈഡ് എഫക്റ്റും അതുപോലെ തന്നെ ഔട്ട്കമും ആ പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കുക എന്നൊരു കാര്യം റൈറ്റിംഗ് ടാസ്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? റൈറ്റിംഗ് ടാസ്കിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന മെയിൻ ഫോക്കസ് എന്താണ്? എന്തോ ഒരു സർജറി നടക്കാനുണ്ട്. ആ സർജറിക്ക് പേഷ്യന്റിനെ ആ സർജറിക്ക് വേണ്ടി കൺവിൻസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം അതിന്റെ ഔട്ട്കമും സൈഡ് എഫക്റ്റും ഒക്കെ പേഷ്യന്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. ഇവിടെ റീഡർ ആരാണ്? ഓങ്കോളജി ക്ലിനിക്കൽ നേഴ്സ് ആണ് അല്ലെ? അതെ. അപ്പൊ ഓങ്കോളജി ക്ലിനിക്കൽ നേഴ്സ് എന്ന് വായിക്കുമ്പം എന്ത് കാര്യമാണ് നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്നതെന്ന് കമന്റ് ചെയ്തേ. ഡയഗ്നോസിസ് എന്ത് റിലേറ്റഡ് ആയിരിക്കും? ഉറപ്പായിട്ടും CA റിലേറ്റഡ് ആയിരിക്കും അല്ലെ? ഓങ്കോളജി കണ്ടീഷൻ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഓങ്കോളജി നേഴ്സിന് ലെറ്റർ എഴുതേണ്ട ആവശ്യമില്ല. അപ്പം എന്തോ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, എന്തോ ഒരു ക്യാൻസർ ആണ് പേഷ്യന്റിന്. ആ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിക്ക് ഈ പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൺവിൻസ് ചെയ്യണം. അതിന്റെ ഔട്ട്കമും സൈഡ് എഫക്റ്റും പറഞ്ഞു കൊടുക്കണം. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മുടെ തോട്ടിൽ തന്നെ അത് ക്ലിയർ ആയിട്ട് വന്നു. ക്ലിയർ ആണോ? യെസ്, യെസ്. ക്യാൻസർ ആണ്. റിലേറ്റഡ് ക്യാൻസർ. വെരി ഗുഡ്. റിലേറ്റഡ് ടു ക്യാൻസർ ആണ്. വെരി ഗുഡ്. ഗുഡ് റെസ്പോൺസ്. ഗുഡ് റെസ്പോൺസ്. ഗുഡ്, ഗുഡ്, ഗുഡ്. യെസ്. ഓക്കെ. അപ്പൊ ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സ് റീഡറിനെ റിലേറ്റ് ചെയ്ത് തന്നെ ലെറ്റർ വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത്രയും ഐഡിയ കിട്ടി അല്ലെ? എന്തോ ഒരു ക്യാൻസർ ആണ്, കണ്ടീഷൻ ഒരു ക്യാൻസർ ആണ്, അത് റിലേറ്റ് ആയിട്ടുള്ള ഒരു സർജറി ഉണ്ട്. അപ്പൊ ആ സർജറിക്ക് പേഷ്യന്റിനെ കൺവിൻസ് ചെയ്യണം എന്നതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ. അപ്പം നമ്മുടെ റീഡർ ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സ് ആണ്. പേര് തന്നിട്ടുണ്ട്. സിൻസിയർലി ആണ്. ഞാൻ ആരാണ്? ഡയഗ്നോസിസ് എന്താണ്? പേർപ്പസ് എന്താണ്? നോൺ കേസ് ആണ്, അൺനോൺ കേസ് ആണോ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. സോ വി വിൽ മൂവ് ഓൺ ടു ദ വെരി ഗുഡ്. നിർമ്മല, സംഗീത, മേരി. യെസ്. ബേസൽ സെൽ കാർസിനോമ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ്, ഗ്രേറ്റ്. യെസ്. റീഡ് ദ കേസ് നോട്ട് ആൻഡ് കംപ്ലീറ്റ് ദ റൈറ്റിംഗ് ടാസ്ക് വിച്ച് ഫോളോസ്. അസ്യൂം ടുഡേസ് ഡേറ്റ് ഈസ് 18. യെസ്, 28 ഏപ്രിൽ 2022. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? 28 ഏപ്രിൽ ആണ്. ഇന്നത്തെ ഡേറ്റ് 28 ഏപ്രിൽ ആണ്. മിസ്റ്റർ ജോൺ ക്രീഗൻ ഇസ് എ 65-year-old patient at your ward for convalescence care ആണ്. 6 week ആയിട്ട് ഈ പേഷ്യന്റ് കൺവാലസന്റ് കെയറിനായിട്ട് നമ്മുടെ യൂണിറ്റിൽ ഉണ്ട്. ഓക്കെ. സോ 65 ഇയർ ഉള്ള ഒരു പേഷ്യന്റ് ആണ് എന്ന് നമ്മൾ കണ്ടു. പേഷ്യന്റ് ഡീറ്റെയിൽസ് മെയിൻ ജോൺ ക്രീഗൻ ആണ്. അഡ്മിഷൻ ഡേറ്റ് 15 മാർച്ച് ആണ്. നമ്മുടെ അടുത്ത് പേഷ്യന്റ് വരുന്നത് 15 മാർച്ചിലാണ്. പോസിബിൾ ഡിസ്ചാർജ് ഡേറ്റ് എന്ന് പറയുന്നത് 28 ഏപ്രിൽ 2023. അതായത് ഇന്നാണ് പേഷ്യന്റിന്റെ പോസിബിൾ ഡിസ്ചാർജ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇന്നാണ് പോസിബിൾ ഡിസ്ചാർജ് ഡേറ്റ്. ഇന്നാണ്. ഇന്നത്തെ ഡേറ്റിലാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. പേഷ്യന്റ് വന്നത് 15 മാർച്ചിലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഡയഗ്നോസിസ് എന്താണ്? അഡ്മിറ്റഡ് ഇൻ യോർക്ക്ഷയർ ഹോസ്പിറ്റൽ ഓൺ 6/3. 6-ാം തീയതി പേഷ്യന്റ് അണ്ടർ ഡോക്ടർ കൗശിക് ഓർത്തോ സർജറി പോസ്റ്റ് MVA, അതായത് മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ആയിട്ട് ഈ പേഷ്യന്റ് 6/2 ഒരു ഓർത്തോ സർജന്റെ അണ്ടറിൽ
അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. കണ്ടോ, ഡയഗ്നോസിസ് അഡ്മിറ്റഡ് പറഞ്ഞേക്കുവാണ്. ഈ പേഷ്യന്റ് കൗശിക് എന്ന് പറയുന്ന ഒരു ഓർത്തോ സർജന്റെ അണ്ടറിൽ പോസ്റ്റ് മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റുമായിട്ട് അഡ്മിറ്റഡ് ആയിട്ടുണ്ട് ഈ പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയഗ്നോസിസ് എന്താണ്? റൈറ്റ് ലോവർ ഷിൻ ബോൺ ആണ്, ഫ്രാക്ചർ ഓഫ് ദ റൈറ്റ് ലോവർ ഷിൻ ബോൺ ആൻഡ് പ്ലാനിങ് ടു റിപ്പാട്രിയേറ്റ്. അത് വീണ്ടും റിപ്പയർ ചെയ്ത് ഒറിജിനൽ അവസ്ഥയിലോട്ട് ഈ പേഷ്യന്റിനെ മാറ്റുക എന്ന ഒരു സർജറിയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ് ലോവർ ഷൈൻ ബോൺ ഫ്രാക്ചർ ആണ്, ഷിൻബോൺ ഫ്രാക്ചർ ആണ്, റൈറ്റ് ലോവർ ഷിൻബോൺ ഫ്രാക്ചർ പ്ലസ് പ്ലാനിങ് ടു സർജറി അല്ലെ, പ്ലാനിങ് ഫോർ ദ റീകൺസ്ട്രക്ഷൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പേഷ്യന്റിന്റെ സർജറിക്ക് വേണ്ടിയിട്ട് ആണ്, അല്ലെങ്കിൽ റൈറ്റ് ലോവർ ഷിൻ ഫ്രാക്ചർ ആണ് ഈ പേഷ്യന്റ് ഡയഗ്നോസിസ്. അതിനൊരു സർജറി പ്ലാനിങ് ടു റിപ്പാട്രിയേറ്റ് എന്ന്, അല്ലെങ്കിൽ ORIF വേണ്ടി അത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഈ പേഷ്യന്റിനെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുവാണ് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് പേഷ്യന്റിന്, പാനിക് അറ്റാക്സ് ഉണ്ട്, ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ട് പേഷ്യന്റിന്. സോ ദാറ്റ് ഈസ് ദ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. ഇനി അടുത്ത എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 15/4 എന്നൊരു ഡേറ്റ് തന്നേക്കും. അതായത് പേഷ്യന്റ് നമ്മുടെ അടുത്ത് കൺവാലസൻ കെയറിന് വേണ്ടി 6 ആഴ്ചയായിട്ട് ഈ പേഷ്യന്റ് നമ്മുടെ അടുത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 ആഴ്ച നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കോ. അതായത് 15 മാർച്ച് തൊട്ട് ഏപ്രിൽ 15 വരെ ആകുമ്പോൾ 1 month ആയി. ഇന്ന് 28 അപ്പൊ കറക്റ്റ് ആയിട്ട് മാർച്ച് 15 തൊട്ട് ഇന്ന് വരെയുള്ള 6 വീക്സിലാണ് ഈ പേഷ്യന്റ് നമ്മുടെ അടുത്ത് അഡ്മിറ്റഡ് ആയിരിക്കുന്നത്. പക്ഷെ ഈ പേഷ്യന്റ് കംപ്ലൈന്റ് എന്താണ്? മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് കൊണ്ട് ഒരു ഓർത്തോ സർജന്റെ അണ്ടറിൽ ഈ പേഷ്യന്റ് ഒന്ന് അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. എപ്പം? 6 അല്ലെ, 6/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എത്ര ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? യെസ്, അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട്. പോസിബിൾ ഡിസ്ചാർജ് ഡേറ്റ് അല്ല, 6/3 അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഈ പേഷ്യന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്തോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ കൺവാലസൻ കെയറിന് വേണ്ടി നമ്മുടെ അടുത്താണ് ഇപ്പൊ ഈ പേഷ്യന്റ് ഉള്ളത്. അപ്പൊ എന്തിനായിരിക്കും ഈ പേഷ്യന്റ് കൺവാലസൻ കെയറിന് വേണ്ടി ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്? ഈ പേഷ്യന്റ് സർജറിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് ഈ പേഷ്യന്റിനെ കീപ്പ് ചെയ്തേക്കണേ. അപ്പൊ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഡേറ്റ്സ് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഉള്ള ഹിസ്റ്ററി ആണ് പറയുന്നത്. 15/4 എന്ത് വന്നു? കോപ്ഡ് വെൽ വിത്ത് ഫിസിയോ, ഫിംഗർ എക്സസൈസ് കൊണ്ട് നന്നായിട്ട് ഫിസിയോതെറാപ്പി കൊണ്ട് കോപ്പ് ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻസ് ഓഫ് ലോവർ ലെഗ് പെയിൻ ആണ്. സീൻ ബൈ GP, ആഡഡ് കെറാൾ PRN. അനാൽജസിക് ആണ് കെറാൾ എന്ന് പറയുന്ന ടാബ്ലറ്റ്. ഇത് TDS PRN എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് PRN ആണ്, മാക്സിമം 3 ഡോസ് ആണ്. ബ്രാക്കറ്റ്സിൽ നമ്മൾ TDS BD ഒക്കെ കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ദ മാക്സിമം ഫ്രീക്വൻസി എന്ന മീനിങ് ആണ്. അത് ഓർത്തു വെക്കുക. ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ബ്രാക്കറ്റ്സിൽ TDS വരുമ്പോൾ PRN TDS എന്ന് പറയുമ്പോൾ 3 times per day and as per need അല്ല, മാക്സിമം ഡോസ് ഓഫ് PRN എന്ന് പറയുന്നത് TDS ആണ്. അതാണ് അതിന്റെ മീനിങ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ് മുഹമ്മദ്, ഗുഡ് ഈവനിങ്. അപ്പൊ 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? അപ്പൊ 15 നമ്മുടെ അടുത്ത് വന്നു, അനാൽജസിക്ക് പറഞ്ഞു, ലോവർ ലിംബ് പെയിൻ ഉണ്ടായിരുന്നു, അതുകൂടാതെ ഫിസിയോതെറാപ്പി കൊടുത്തിട്ടുണ്ട്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഓർത്തോ OPD റിവ്യൂ ഉണ്ടായിരുന്നു. പോസ്റ്റഡ് ഫോർ ORIF. പേഷ്യന്റ് എന്തിനു വേണ്ടി പോസ്റ്റ് ചെയ്തു? അക്യൂട്ട് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പം 30/4/23 എന്ന് പറഞ്ഞാൽ ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കണം? പേഷ്യന്റിന് ORI, ഓപ്പൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റേണൽ ഫിക്സേഷന് വേണ്ടി ഈ പേഷ്യന്റിനെ പോസ്റ്റ് ചെയ്തേക്കുവാണ്. റീ അഡ്മിഷൻ എന്ന് പറഞ്ഞേക്കുവാണ് 28/4. അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ പേഷ്യന്റ് RT ആയിട്ട്, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റുമായിട്ട് അഡ്മിറ്റഡ് ആയിരിക്കുന്ന സ്ഥലത്തെ അവിടുന്ന് കൺവാലസൻ കെയറിന് വേണ്ടി നമ്മുടെ അടുത്ത് വന്നേക്കുവാണ്. ഈ ഒരു ഷോർട്ട് പീരീഡിൽ ഈ പേഷ്യന്റ് നമ്മുടെ അണ്ടറിലാണ്. ഈ പേഷ്യന്റിനെ ഇന്ന് നമ്മൾ റീ അഡ്മിഷൻ വിടുവാണ്. എങ്ങോട്ട്? സർജറിക്ക് വേണ്ടി. എവിടെ? നമ്മുടെ കൗശിക് എന്ന് പറയുന്ന ഓർത്തോ സർജന്റെ അടുത്തോട്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയും നേരം ഇത്രയും പറഞ്ഞതിൽ നിന്ന് എവിടെയും നമ്മൾ എവിടെ എത്തിയിട്ടില്ല? ഓങ്കോളജി നഴ്സിന്റെ ആവശ്യത്തിലോട്ട് എത്തിയിട്ടില്ല. ദെൻ 24. അപ്പൊ 15-ാം തീയതിയിലത്തെ കാര്യം പറഞ്ഞു. 15-ാം തീയതി കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോ അല്ലെ, 18-നാണ് നമ്മൾ 30-ാം തീയതി ORIF വേണ്ടി പോസ്റ്റ് ചെയ്തത്. റീ അഡ്മിഷൻ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഡേറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോ എന്തോ സംഭവിച്ചു? 20-ാം തീയതി 18 കഴിഞ്ഞ് 2 ദിവസം എന്തോ സംഭവിച്ചു? 20/12 എന്ന് പറഞ്ഞ 24 hour ക്ലോക്ക് ആണ്. രാത്രി 8:12 എന്തോ സംഭവിച്ചു? പേഷ്യന്റ് വാസ് ഫൗണ്ട് അൺകോൺഷ്യസ് ഇൻ ഹിസ് ബെഡ്. പെട്ടെന്ന് പേഷ്യന്റ് ഒരു അൺകോൺഷ്യസ് ആയിട്ട് കണ്ടു. GCS ചെയ്തപ്പോ 12 ആണ് സ്കോർ. നോട്ടീസ്ഡ് ഫ്രോത്തി സെക്രീഷൻസ്,
വൈറ്റൽ സയൻസ് ബി പി പറഞ്ഞിട്ടുണ്ട് 156/86 ആണ്. PR പൾസ് റേറ്റ് 86 ആണ്. റെസ്പിറേറ്ററി റേറ്റ് 14 ആണ്. ബ്ലഡ് ഷുഗർ ലെവൽ 7.6 ആണ്, അതായത് ഹൈ ആണ്. എമർജൻസി ആയിട്ട് ഈ പേഷ്യന്റ് എങ്ങോട്ട് വിട്ടു? ഒരു ഹോസ്പിറ്റലിലോട്ട് വിട്ടു. യെസ്, ഇപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വിട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പേഷ്യന്റ് തിരിച്ചു വന്നു നമ്മുടെ അടുത്തോട്ട് തന്നെ. 22-ന് തിരിച്ചു വന്നു. പേഷ്യന്റ് റിട്ടേൺ ടു ദ ഫെസിലിറ്റി ആണ്. ഡയഗ്നോസ്ഡ് ആസ് ജനറൽ സീഷർ. ഒരു ജനറൽ സീഷർ ആണ് ഈ പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്തത്. എവിടെ? ഹോസ്പിറ്റലിൽ നിന്നും. യെസ്, ആഡഡ് എപ്റ്റോയിൻ ആഡ് ചെയ്തിട്ടുണ്ട് 100 mg BD. ഡ്യൂറിംഗ് ഹോസ്പിറ്റൽ സ്റ്റേ നോട്ടീസ്ഡ് a brown spot on his dexter side of the chest reviewed by surgeon. അപ്പൊ ആ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് എന്തോ സംഭവിച്ചു? ഒരു ബ്രൗൺ സ്പോട്ട് കണ്ടിട്ട് അതിന്റെ ഡെക്സ്റ്റാർ സൈഡ് ഓഫ് ദ ചെസ്റ്റിൽ കണ്ടു. സർജൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ബയോപ്സിയും വിട്ടിട്ടുണ്ട്. അപ്പൊ അതായത് 22-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റിലാണ് അവർ ഈ കഥ പറഞ്ഞിരിക്കുന്നത്. പേഷ്യന്റ് 20-ന് പോയി, 20-ന് നമ്മൾ ഹോസ്പിറ്റലിൽ വിട്ടു. അൺകോൺഷ്യസ് ആയപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന ഒരു സമയത്ത് 21-ാം തീയതിയാണ് ഇങ്ങനെ ഒരു എന്ത് കാണുന്നത്? ഒരു ബ്രൗൺ സ്പോട്ട് കണ്ടിട്ട് എന്തോ സംഭവിച്ചു? സർജൻ കണ്ടു, ഒരു ബയോപ്സി എടുത്തു വിട്ടു. പിറ്റേ ദിവസത്തെ ഡേറ്റിലാണ് പ്രീവിയസ് ഡേയുടെ കാര്യം അവർ പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കുക. 22-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് ബയോപ്സി 21-ന് ചെയ്തു എന്ന് പറഞ്ഞു. ഒരുപാട് പേർക്ക് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഡേറ്റയാണ്. ഇങ്ങനത്തെ ഡേറ്റ വരുമ്പം ആ ഡേറ്റ എങ്ങനെ പ്രസന്റ് ചെയ്യും എന്ന ഒരു പ്രോബ്ലം ഒരുപാട് സ്റ്റുഡൻസിന് വരാറുണ്ട്, അല്ലെ? അതെ, അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. യെസ്, ബട്ട് ദാറ്റ് ഇൻഫർമേഷൻ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ ഓങ്കോളജി നഴ്സ്. അതെ, ഫൈൻ. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഷ്യസ് അബൌട്ട് ബയോപ്സി റിസൾട്ട്, നോട്ടീസ്ഡ് ഗ്ലൂമി മോസ്റ്റ് ഓഫ് ദ ടൈം, തിങ്കിങ് അബൌട്ട് വേഴ്സ്റ്റ് കേസ് സിനാരിയോ, ട്രൈ ടു കൺവിൻസ് ഹിം ബട്ട് എന്താണ്? നോട്ട് സാറ്റിസ്ഫൈഡ്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പൊ ആ ഒരു 22 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. 22 എന്ന് പറയുന്ന ഡേറ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. ആ ഡേറ്റില് കുറെ കാര്യങ്ങൾ പറഞ്ഞു. 20-ാം തീയതി പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിട്ട് കണ്ടു, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ വിട്ടു എന്ന് പറഞ്ഞിട്ട് അതിന്റെ നേരെ പിറ്റേ ദിവസം ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ എന്തോ സംഭവിച്ചു എന്ന കാര്യം ഏത് ഡേറ്റിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? 22nd പ്രസന്റ് ചെയ്യുന്നത്. വളരെ ട്രിക്കി ആയിട്ടാണ് അവർ ഈ ലെറ്റർ, അല്ലെ, വളരെ ട്രിക്കി ആയിട്ടാണ് ഈ ലെറ്റർ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ലെറ്റേഴ്സ് നമുക്ക് വരാം, അല്ലെ? നമ്മൾ എപ്പോഴും ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽ എക്സ്പോഷർ കിട്ടുമ്പോൾ യു വിൽ ബിക്കം മോർ കോൺഫിഡന്റ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ഈ ലെറ്റർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ 22 എന്ന് പറയുന്ന ഡേറ്റിൽ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ 21-ന് നടന്ന കാര്യം കൂടെ 22-ലോട്ട് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് പറഞ്ഞിരിക്കുവാണ്. ഓക്കെ, ഫൈൻ. ഇനി 25-ൽ എന്തോ സംഭവിച്ചു? മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഓഫ് പാനിക് അറ്റാക്ക്. ഒത്തിരി എപ്പിസോഡ്സ് ഓഫ് പാനിക് അറ്റാക്ക് ഒരു ദിവസം തന്നെ വന്നു. ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ, BP ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻസി ക്ലെയിം എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് പേഷ്യന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പേഷ്യന്റ് എന്തുകൊണ്ടാണ്? മൾട്ടിപ്പിൾ അറ്റാക്ക്, അല്ലെ? അവിടെയും പറഞ്ഞിട്ടുണ്ട്. BDPRN എന്ന് പറഞ്ഞാൽ പെർ നീഡ് ആണ് പേഷ്യന്റിന് ആൻസിക്ലെയിം കൊടുക്കുന്നത്, ആൻസികാം കൊടുക്കുന്നത്. പക്ഷെ മാക്സിമം ഡോസ് എന്ന് പറയുന്നത് BD ആണ് കേട്ടോ. അപ്പൊ ബ്രാക്കറ്റിൽ തരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, BD, TDS ഈ കാര്യങ്ങളൊക്കെ ബ്രാക്കറ്റിൽ തരുമ്പോൾ അതിന്റെ മാക്സിമം ഡോസ് BD അല്ലെങ്കിൽ മാക്സിമം ഡോസ് TDS ആണ്. PRN കൊടുക്കാം, പക്ഷെ മാക്സിമം 2 പ്രാവശ്യം കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ 3 പ്രാവശ്യം കൊടുക്കാവുള്ളൂ എന്നതാണ് ബ്രാക്കറ്റിൽ ഇതിട്ടാലുള്ള മീനിങ്. ഇനി അവിടെ ബ്രാക്കറ്റ് ഇല്ലാതെ PRN BD എന്ന് പറയുവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? PRN കൊടുക്കാം, BD കൊടുക്കാം. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോവാ. പാരാസിറ്റമോൾ 500 mg, PRN കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? 3 ദിവസം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഉണ്ടായി. നമ്മൾ ആൻസിക്ലെയിം എന്ന് പറയുന്ന ടാബ്ലറ്റ് നമ്മൾ BD ആഡ് ചെയ്തിട്ടുണ്ട്. അത് PRN ആണ് എന്ന് നമ്മൾ കണ്ടു. ഇനി 26/4 എന്തോ സംഭവിച്ചു? ബയോപ്സിയുടെ റിസൾട്ട് വന്നു. ബേസൽ സെൽ കാർസിനോമ. റെഫർഡ് ടു ദ ഓങ്കോളജിസ്റ്റ് ആണ്. അഡ്വൈസ്ഡ് ഇമ്മീഡിയറ്റ് സർജറി. ഹവർ ജോൺ ഇസ് നോട്ട് വില്ലിംഗ് ടു ഡു ഇറ്റ് ബിഫോർ ഹിസ് ഓർത്തോ സർജറി. ഇതിന്റെ കാരണം എന്താണ്? ഇന്ന്, അതായത് 28-ാം തീയതി പേഷ്യന്റ് റീ അഡ്മിഷൻ പോവാനിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യന്റ് ORIF-ന് വേണ്ടി. അപ്പൊ നമ്മൾ പുതിയൊരു സർജറി, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബേസൽ സെൽ കാർസിനോമയുടെ സർജറിയുടെ കാര്യം പറയുമ്പോൾ പേഷ്യന്റ് ഇസ് നോട്ട് വില്ലിംഗ് ടു
അക്സെപ്റ്റ് ദാറ്റ്. കാര്യം പേഷ്യന്റ് ഇപ്പോഴത്തെ മെയിൻ ഒരു കൺസേൺ എന്താണ്? ലോവർ ലിംബിന്റെ പെയിൻ ആണ്. അപ്പൊ അതിൽ നിന്ന് റിലീഫ് കിട്ടുക എന്നതിനപ്പുറം പേഷ്യന്റ് വില്ലിംഗ് അല്ല ടു ഗോ ഫോർ ദിസ് സർജറി. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ക്ലാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? പ്ലാനിനകത്ത് അപ്പം പേഷ്യന്റ് വില്ലിംഗ് അല്ല എന്ന് നമ്മൾ കണ്ടു. ഈ 2 ദിവസം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ടു അക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ 26-നാണ് റിസൾട്ട് വന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി വേണമെന്നുള്ളത് ഓങ്കോളജിസ്റ്റ് പറഞ്ഞു. ഇന്ന് 28-ആണ്. അപ്പൊ 2 days ബിഫോർ ആണ്, അല്ലെങ്കിൽ 2 days എഗോ ആണ് ഈ പേഷ്യന്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഈ പ്ലാൻ എന്താണ്? അർജന്റ് ഇലക്ട്രോ സർജറി ആണ്. റെഫർ ടു ദ ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സ്, എഡ്യൂക്കേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രോ സർജറി ആൻഡ് കൺവിൻസ് ജോൺ ഫോർ ദ സെയിം. ഇതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. അടുത്ത എന്താ? എക്സ്പ്ലെയിൻ ബെനിഫിറ്റ്സ് ആൻഡ് ഔട്ട്കം, പെയിൻ മാനേജ്മെന്റ്, ഇൻഫോ ഓർത്തോ സർജറി റിഗാർഡിംഗ് ന്യൂ ഡയഗ്നോസിസ്. അപ്പൊ ഇന്ന് റീ അഡ്മിഷൻ പറഞ്ഞേക്കുവാണ്. ആഫ്റ്റർ എ കപ്പിൾ ഓഫ് ഡേയ്സ് ഈ പേഷ്യന്റ് ORIF-ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പേഷ്യന്റ് ആണ്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? എന്താ ഇവിടെ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഇൻഫോം ദ ഓർത്തോ സർജറി ഡിപ്പാർട്ട്മെന്റ്. ഓർത്തോ സർജൻ ആണ്. ഓർത്തോ സർജറിക്കോട് നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ 26-ന് വന്നു. ഇന്ന് അഡ്മിഷൻ, റീ അഡ്മിഷൻ ഈ പേഷ്യന്റിനെ അങ്ങോട്ട് വിടേണ്ടതാണ്. സോ എന്തോ ചെയ്യണം? പുതിയ ഡയഗ്നോസിസിനെ പറ്റി ഓർത്തോ സർജറിയിൽ ഇൻഫോം ചെയ്യണം. അപ്പൊ ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഡേറ്റയാണ് അല്ലെ? കാര്യം എന്താ? ഇത് ആരാ ഇൻഫോം ചെയ്യേണ്ടത്? ഓങ്കോളജിക്കൽ ക്ലിനിക്കൽ നഴ്സ് ആണോ ഇൻഫോം ചെയ്യേണ്ടത്? നമ്മളാണോ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഇൻഫോം ഓർത്തോ സർജറി റിഗാർഡിംഗ് ന്യൂ ഡയഗ്നോസിസ് എന്നൊരു പോയിന്റ് അവിടെ തന്നിട്ടുണ്ട്. ഇത് റെലവെന്റ് ആണോ? റെലവെന്റ് ആണോ? യെസ്. നെക്സ്റ്റ് ഡേ 22 പാനിക് അറ്റാക്ക്. ഗുഡ് ഗുഡ് ഗുഡ്. BCC ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇൻഫോം ഓർത്തോ. യെസ്. ഗുഡ് ഈവനിങ് മനീഷ്, ശാന്തി. യെസ് യെസ്. ഗുഡ് ഈവനിങ് സിന്ധു മോൾ. യാ, ഇത് ആരാണ്? ഗുഡ് ഈവനിങ് നീതു, അനേഷ്. യെസ്. ഇൻഫോം ഓർത്തോ സർജറി റിഗാർഡിംഗ് ന്യൂ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് റെലവെന്റ് ഓർ ഇറെലവെന്റ് ഡേറ്റ ഇൻ റിലേഷൻ വിത്ത് ദ ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സ്. ഒന്ന് പറയാമോ? യെസ്, ഇറെലവെന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ശാന്തി, വെരി ഗുഡ്. ദാറ്റ് ഈസ് ദ ആൻസർ അല്ലെ? നമ്മുടെ അടുത്ത് കൺവാലസന്റ് കെയറിൽ ഇരിക്കുന്ന നമ്മുടെ അടുത്ത് നിന്നാണ് ഈ പേഷ്യന്റിന്റെ ബയോപ്സി റിപ്പോർട്ട് വന്നതും ഡയഗ്നോസിസ് വന്നതും. സോ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഇൻഫോം ദ ഓർത്തോ സർജറി ഡിപ്പാർട്ട്മെന്റ് റിഗാർഡിംഗ് ദ ന്യൂ ഡയഗ്നോസിസ് ആണ്. ദാറ്റ് ഇസ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ oncology clinical nurse. Very good, very good. Yes, yes, yes. Bias. Good. Irrelevant. Very good. Keep going. Good. Okay, good. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പ്ലെയിൻ പോസിബിലിറ്റീസ് ആൻഡ് സൈഡ് എഫക്ട്സ് ഓഫ് കീമോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അപ്പൊ എക്സ്പ്ലെയിൻ പോസിബിലിറ്റീസ് ആൻഡ് സൈഡ് എഫക്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ കേസ് നോട്ട് എന്ന് പറയുന്നത്. യെസ്, യാ, ഇൻഫോം ഓർത്തോ സർജറി ന്യൂ റിഗാർഡിംഗ്. യെസ്, കൺസിഡർ ഡിഫറൽ ഓഫ് ഓർത്തോ സർജറി ഇഫ് നീഡഡ്. അടുത്ത ഒരെണ്ണം നോക്കിയേ. കൺസിഡർ ഡിഫറൽ ഓഫ് ഓർത്തോ സർജറി ഇഫ് നീഡഡ്. ഈ പറയുന്ന പോയിന്റ് റെലവെന്റ് ഓർ ഇറെലവെന്റ്? റെലവെന്റ് ആണോ ഇറെലവെന്റ് ആണോ? കൺസിഡർ ഡിഫറൽ ഓഫ് ഓർത്തോ സർജറി ഇഫ് നീഡഡ് എന്നൊരു പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈസ് ഇറ്റ് എ റെലവെന്റ് ഓർ ഇറെലവെന്റ് ഇൻഫർമേഷൻ ടു ദ റീഡർ? Yes, comment, comment, comment. Yes, it is our responsibility. Irrelevant, side effect important. Good. Sijina, Jinsi Laiju, Reshmi Mol Manoj, irrelevant. Irrelevant, Stefina. Yes, irrelevant ഏതാണ്? Inform ortho surgery regarding the new diagnosis. It is irrelevant. പക്ഷേ different of ortho surgery if needed എന്ന് പറഞ്ഞത് it is the relevant information in relation with the oncological clinical nurse OCN. എന്തുകൊണ്ടാണ്? അറ്റ് പ്രസന്റ് പേഷ്യന്റ് അല്ലെ 26-ന് നമ്മൾ ഓങ്കോളജി അല്ലെങ്കിൽ പേഷ്യന്റിന് ഓങ്കോളജി റിലേറ്റഡ് കണ്ടീഷൻ ക്യാൻസർ ആണ് എന്ന് നമ്മൾ അറിഞ്ഞു അല്ലെ. CCB എന്ന് BCC എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസൽ സെൽ കാർസിനോമ ആണ് എന്ന് നമ്മൾ അറിഞ്ഞു. ഈ 2 ദിവസമായിട്ടും പേഷ്യന്റ് വില്ലിംഗ് അല്ല. എന്തിനു വേണ്ടി? പുതിയ സർജറിക്ക് വേണ്ടി. അപ്പൊ ഈ പേഷ്യന്റ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പേഷ്യന്റ് വില്ലിംഗ് ആകുമ്പോഴാണ് യു ഷുഡ് തിങ്ക് അബൌട്ട് ദ ഡിഫറൽ ഓഫ് ദ ഓർത്തോ സർജറി. മനസ്സിലായോ? അപ്പം ആരാണ് ഡിഫറൽ ഓഫ് ദ ഓർത്തോ സർജറി ഇൻഫോം ചെയ്യേണ്ടത്? OCN ആണ്. അപ്പൊ ഓർത്തോ സർജറി ഡിപ്പാർട്ട്മെന്റില് ഇഫ് പോസിബിൾ എന്ന് പറഞ്ഞതിന്റെ ഓർ ഇഫ് നീഡഡ് എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? 2 ദിവസമായിട്ട് ഈ പേഷ്യന്റ് നോട്ട് യെറ്റ് കൺവിൻസ്ഡ് ആണ് അല്ലെ. നമ്മൾ ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സിനോട് എന്താ പറയുന്നത്? ഈ പേഷ്യന്റിനെ കൺവിൻസ് ചെയ്യണം അല്ലെ. ഇമ്പോർട്ടൻസ് ആൻഡ് ദ സൈഡ് എഫക്ട് ഓഫ് ദ ഇലക്ട്രോ സർജറി എന്നത് പറഞ്ഞ് ഈ പേഷ്യന്റ് കൺവിൻസ്ഡ് ആയി കഴിയുമ്പോൾ യു ഷുഡ് ഗോ ഫോർ ദ ഓപ്ഷൻ ഓഫ് ഡിഫറൽ ഓഫ് ദ സർജറി, ഷെഡ്യൂൾഡ് സർജറി. അതായത് 2 ദിവസം കഴിഞ്ഞ് ചെയ്യേണ്ട സർജറി
മാറ്റാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്തോ ചെയ്യണം, അതായത് പേഷ്യന്റ് കൺവിൻസ് ആകുവാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിഫർ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ റെലവെന്റ്, ഡിഫർ, ഓർത്തോ സർജറി ഗുഡ്, റെലവെന്റ്, കൺവിൻസ് ദ പേഷ്യന്റ്. ആഫ്റ്റർ കൺവിൻസിങ് ദ പേഷ്യന്റ് ആണ് ഇത് ഇമ്പോർട്ടന്റ് ആവുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആകുന്നത്? ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആവുന്നത്. ഗുഡ്. Okay, yes, it is important. We have to convince the patient, so it is relevant. Very good, very good. Yes, ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. Very good. So this is all about our എന്താണ് OCN അല്ലെ, ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സ്. ഇനി നമ്മൾ എങ്ങോട്ട് പോവാണ്? നമുക്ക് ലെറ്റർ ഒന്ന് എഴുതിയാലോ? എങ്ങനെയാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുക? യെസ്, എന്താണ് നമ്മൾ ഒരു ലെറ്റർ എഴുതാനായിട്ട് എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേജ്? നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടു. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേജ്? വി ആർ മൂവിങ് ടു ദ ഫ്രെയിമിംഗ് ഓഫ് ദ ലെറ്റർ അല്ലെ. നമ്മൾ ലെറ്റർ ഫ്രെയിം ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ എങ്ങനെയായിരിക്കും ഈ ലെറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുക? ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സ് ആണ് നമ്മുടെ റീഡർ എന്ന് പറയുന്നത്. അപ്പൊ ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ്, വൈ യു ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ? സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ വാട്ട് ടു ഡു ആൻഡ് വൈ ടു ഡു എന്ന 2 ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ റീഡറിനോട് നമുക്ക് പറയേണ്ടത്, എന്താണ്, എന്തിനെ പറ്റിയായിരിക്കും പറയാ? ഇൻട്രോ പാരഗ്രാഫ് എഴുതിയവരൊന്ന് പോസ്റ്റ് ചെയ്തേ. ഫ്രെയിമിംഗ് യെസ്, ഗുഡ്. ആതിര ദീപു ഗുഡ്. യെസ്, ഇൻട്രോ പാരഗ്രാഫ് എഴുതിയവരൊന്ന് പോസ്റ്റ് ചെയ്യാമോ? യെസ്, comment the introduction paragraph. Make skeleton of the letter, framing of the letter. Good. Skeleton. Yes, what is the next stage എന്നതിന്റെ ആൻസർ ആണ് അല്ലേ? Very good. Skeleton. Education and support regarding electrosurgery. Shiba G.A. Nair. Very good. Excellent. Education and support regarding electrosurgery. Education regarding the need of the surgery and its preparation or the support ആണ്. Very good. Yes, അപ്പം education and support ആണ്. Education regarding the need of the surgery and its preparation is the need അല്ലെ? Yes, why he was diagnosed with a basal cell carcinoma എന്ന് നമുക്ക് കാണാൻ പറ്റും. യെസ്, അപ്പൊ ഈ ലെറ്ററിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്തായിരിക്കും? വെരി ഗുഡ് സജഷൻസ്. അപ്പൊ നമ്മുടെ ഇൻട്രോ പാരഗ്രാഫ് എന്താ? നമ്മൾ ഇൻട്രോ പാരഗ്രാഫിൽ എഴുതാൻ പോകുന്നത് എന്താണ്? റിക്വസ്റ്റ് അല്ലെ? റിക്വസ്റ്റ് യുവർ എഡ്യൂക്കേഷൻ റിഗാർഡിംഗ് ദ നീഡ് ഓഫ് ദ സർജറി ആൻഡ് ഇറ്റ്സ് പ്രിപ്പറേഷൻസ് ആണ് വരിക. So that is what to do and why patient is diagnosed with a basal cell carcinoma ആണ്. Good. ഈ ലെറ്ററിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്താ വരും? എന്തായിരിക്കും? What you are going to develop it in the developmental paragraph. എന്തായിരിക്കും നമ്മൾ ഈ ലെറ്ററിന്റെ ഫസ്റ്റ് ഫ്രെയിമിംഗിൽ വരിക? ഒരുപാട് പേര് തുടക്കത്തിൽ പറഞ്ഞു ടഫ് ആണ് ലെറ്റർ. അതിന്റെ കാരണം എന്താണ്? ഒരുപാട് ഡേറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഡേറ്റുകള് ശ്രദ്ധിച്ചേ. ഒരുപാട് ഡേറ്റുകള് ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സിന് ഇമ്പോർട്ടന്റ് ആണോ? അല്ലെങ്കിൽ എവിടെ വെച്ച് തുടങ്ങണം? ഏത് ഡേറ്റ് തൊട്ടുള്ള കാര്യങ്ങളാണ് ഓങ്കോളജി നഴ്സിനോട് റിലേറ്റ് ചെയ്ത് വരുന്നത്? നമ്മൾ ഇവിടെ കണ്ടു 22/4 തൊട്ടുള്ള കാര്യങ്ങൾ. അതായത് പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിട്ട് അഡ്മിഷൻ ആയതിനു ശേഷം പേഷ്യന്റ് തിരിച്ച് നമ്മുടെ സർവീസിൽ വന്നത് എന്നാണ്? 22-ാം തീയതിയാണ്. അപ്പൊ 22-ാം തീയതി തൊട്ടുള്ള ഡേറ്റുകളാണ് ഇവിടെ നമുക്ക്. അവിടെ വെച്ചായിരിക്കും നമ്മൾ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു ലെറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്നോസിസ് ആണ് എന്ന് നമ്മൾ കണ്ടു. അപ്പം അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടു? ഇതാണ് എന്താണ്? പേഷ്യന്റ് റിട്ടേൺ ടു അവർ ഫെസിലിറ്റി. അപ്പൊ അവിടെ എഴുതുന്ന ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളത് ശ്രദ്ധിക്കാമോ? അവിടെ എഴുതുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ കണ്ടു 22/4 വെച്ച ഡേറ്റ് വെച്ചാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ 21/4 എന്ന ഡേറ്റിലെ കാര്യം നമ്മൾ എങ്ങനെ എഴുതും? കൺഫ്യൂസിംഗ് ആണ് അല്ലെ? അതെ. അപ്പൊ നമുക്ക് നമ്മൾ പേഷ്യന്റ് റിട്ടേൺ ഫ്രം ഹോസ്പിറ്റൽ ഡേറ്റ് പറഞ്ഞിട്ട് ഓൺ ദ പ്രീവിയസ് ഡേ, കണ്ടോ? ഓൺ ദ പ്രീവിയസ് ഡേ സർജൻ ആണ് സർജൻ ഫൗണ്ട് എ ബ്രൗൺ സ്പോട്ട് ആണ്. അപ്പം ഡ്യൂറിംഗ് ദ അസസ്മെന്റ് എന്തോ സംഭവിച്ചു? സർജൻ ഒരു സ്പോട്ട് കണ്ടു, കണ്ടോ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബാക്കോട്ട് പോകുന്നത്? 22/4 എന്ന ഡേറ്റ് പറഞ്ഞിട്ട് ഓൺ ദ പ്രീവിയസ് ഡേ എന്ന് പറഞ്ഞിട്ട് വേണം എന്തോ എഴുതാനായിട്ട്? നമ്മുടെ ബ്രൗൺ സ്പോട്ട് സർജൻ കണ്ടതും ബയോപ്സി വിട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം പേഷ്യന്റിന് സൈക്കോളജിക്കൽ ഇമ്പാക്ട്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് എവിടെ എഴുതാം? അതേ പാരഗ്രാഫിൽ എഴുതുക, കണ്ടോ? അപ്പൊ എപ്പോ തൊട്ടുള്ള കാര്യങ്ങൾ അവിടെ വരും? 22 വരും. ഓൺ ദ പ്രീവിയസ് ഡേ എന്ന് പറയുമ്പോൾ 21 കാര്യം വരും. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 3 days മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഓഫ് പാനിക് അറ്റാക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് ഡേ ആണ് എന്തോ വന്നത്? ബേസൽ സെൽ കാർസിനോമ റിമൂവൽ നമ്മൾ ഡയഗ്നോസ് ചെയ്തു.
ഓങ്കോളജിസ്റ്റിനെ റെഫർ ചെയ്തു, ഓങ്കോളജിസ്റ്റ് ഇമ്മീഡിയറ്റ് സർജറി പറഞ്ഞു, പേഷ്യന്റ് വില്ലിംഗ് അല്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ വരിക. ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. കാരണം ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സാണ് നമ്മുടെ റീഡർ. അപ്പൊ ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബേസൽ സെൽ കാർസിനോമയ്ക്ക് അപ്പുറം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി നമ്മൾ എന്താ പറയാ, നെക്സ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് എന്തോ പറയാം, പേഷ്യന്റ് 15/4 നമ്മുടെ അടുത്ത് അഡ്മിഷൻ വന്നെന്നും, അല്ലെ, പേഷ്യന്റ് ഇങ്ങനെ ഒരു പ്രോബ്ലം, അതായത് മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് കാരണം പേഷ്യന്റിന് ഓർത്തോ സർജറി ഷെഡ്യൂൾ ചെയ്തെന്നും, ഇന്നാണ്, ടുഡേ ആണ് ആ പേഷ്യന്റ് ഓർത്തോ സർജറിക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ ഡേ എന്നും, ആഫ്റ്റർ എ കപ്പിൾ ഓഫ് ഡേയ്സ് സർജറി ഷെഡ്യൂൾഡ് ആണും എന്നുള്ള കാര്യങ്ങളെല്ലാം എവിടെ പറയാ, അടുത്ത പാരഗ്രാഫിൽ പറയാ, അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ പറയാം. അപ്പം നമുക്ക് എങ്ങനെ ഈ പേഷ്യന്റ് എങ്ങനെ നമ്മുടെ അടുത്തെത്തി, എന്തെല്ലാം കാര്യങ്ങൾ അറിയാനുണ്ട്, എന്തൊക്കെ മെഡിക്കേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് പോലെയുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ദ ലാസ്റ്റ് പാരഗ്രാഫ് എന്തൊക്കെ കാര്യങ്ങൾ പറയണം, ഡിസ്ചാർജ് റെക്കമെൻഡേഷൻസ് പറയണം. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ്, എഡ്യൂക്കേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രോ സർജറി ആൻഡ് കൺവിൻസ് ദ ഫോം, ബെനിഫിറ്റ്സ് ആൻഡ് ഔട്ട്കംസ് പറഞ്ഞു കൊടുക്കാൻ പറയാം, പെയിൻ മാനേജ്മെന്റ് പറയാം, പിന്നെന്താ ഡിഫറൽ ഓഫ് ദ ഓർത്തോ സർജറി ആഫ്റ്റർ കൺവിൻസിങ് ദ പേഷ്യന്റ് പറയാം, പോസിബിലിറ്റീസ് ആൻഡ് ദ സൈഡ് എഫക്ട്സ് ഓഫ് കീമോതെറാപ്പിനെ പറ്റി കൂടെ പറയണം. കാര്യം എന്താണ്, റീഡർ ഇസ് ദ ഓങ്കോളജി നഴ്സ്. നമ്മൾ ഇലക്ട്രോ സർജറി കഴിഞ്ഞാലും അവിടെ എന്തോ ആവശ്യമുണ്ട്, കീമോതെറാപ്പിയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറയാനായിട്ട് പറയാം. കണ്ടോ, ഇത്രേ ഉള്ളൂ ലെക്ചർ. എന്തിനാ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയത്? ക്ലാരിറ്റി വന്നില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ 22/4 തൊട്ടുള്ള ഡേറ്റിൽ എഴുതി തുടങ്ങിയത്? ക്ലിയർ, വെരി ഗുഡ് വിദ്യ. യെസ്, 22 തുടങ്ങാനുള്ള കാര്യം നമ്മുടെ റീഡർ ഓങ്കോളജി ക്ലിനിക്കൽ നഴ്സ് ആണ്. അപ്പം അല്ലെങ്കിൽ പേഷ്യന്റ് വാസ് ഡയഗ്നോസ്ഡ് നമ്മൾ പറഞ്ഞു വിത്ത് ബേസൽ സെൽ കാർസിനോമ റിമൂവൽ. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് എന്തിനെ പറ്റി ആയിരിക്കണം? ബേസൽ സെൽ കാർസിനോമ എങ്ങനെ ഡയഗ്നോസ് ചെയ്തു, എന്തുകൊണ്ട് ഡയഗ്നോസ് ചെയ്തു, എപ്പോ ഡയഗ്നോസ് ചെയ്തു, എങ്ങനെ കണ്ടു, അല്ലെ? അപ്പൊ അതായിരിക്കും എവിടെ വരേണ്ടത്? ഡെവലപ്മെന്റൽ പാരഗ്രാഫിൽ വരേണ്ടത്. അപ്പൊ അതായിരിക്കും എവിടെ വരാ? ഫസ്റ്റ് പാരഗ്രാഫിൽ വരാ. കണ്ടോ? സെക്കൻഡ് പാരഗ്രാഫിൽ ഈ പേഷ്യന്റ് നമുക്ക് എങ്ങനെ അറിയാം, പേഷ്യന്റ് ഡീറ്റെയിൽഡ് ഹിസ്റ്ററി അവിടെ പറയാം. തേർഡ് പാരഗ്രാഫിൽ യു ക്യാൻ ഓൾസോ റൈറ്റ് റിഗാർഡിംഗ് ദ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. അത് വിട്ടുപോയി. തേർഡ് പാരഗ്രാഫിൽ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റിന്റെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി പറയാം. ആൻഡ് ഫൈനൽ പാരഗ്രാഫ് ഡിസ്ചാർജ് റെക്കമെൻഡേഷൻസ് പറയാം. കണ്ടോ? ഇത്രേ ഉള്ളൂ ലെറ്റർ. ക്ലാരിറ്റി വന്നില്ലേ? എത്ര സിമ്പിൾ ആയിട്ടുള്ള ലെറ്റർ ആണ്. അപ്പൊ നമ്മൾ ആദ്യം വായിച്ചപ്പോ ഒത്തിരി പേര് കമന്റ് ചെയ്തായിരുന്നു. എന്താ കമന്റ് ചെയ്തേ? ടഫാണ് മാഡം, ടഫാണ്, ഒരുപാട് ഡേറ്റ് കൺഫ്യൂഷൻ, അല്ലെ? ഇപ്പൊ മാറിയില്ലേ? ഇത്രേ ഉള്ളൂ ലെക്ചർ. അപ്പൊ ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ശ്രദ്ധിക്കുക, നമ്മൾ എത്ര ഡേറ്റ്സ് കണ്ടാലും നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഹൂ ഈസ് ദ റീഡർ എന്നത് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ ആ റീഡറിന് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഏത് ഡേറ്റിലുണ്ടോ അവിടെ വെച്ചായിരിക്കും നമ്മൾ നമ്മുടെ ലെക്ചർ ഫ്രെയിം ചെയ്തെടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിമൈനിങ് പാരഗ്രാഫുകളിൽ കൊണ്ടുവന്ന് ക്ലാരിറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഡോണ്ട് വറി. ഇപ്പൊ നാളെ എക്സാം എഴുതാൻ പോണ സ്റ്റുഡൻസ് again നാളെ എക്സാം എഴുതാൻ പോണ സ്റ്റുഡൻസ് ഒരുപാട് ഡേറ്റ് ഉള്ള ലെറ്റേഴ്സ് വരാന്നേ. പാനിക് ആവേണ്ട ആവശ്യമില്ല. എല്ലാ ഡേറ്റുകളും ഇമ്പോർട്ടന്റ് ആണോ, റീഡർ അനുസരിച്ചാണ് ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ എന്നത് തീരുമാനിക്കപ്പെടുക, അല്ലെ? കേസ് നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ്, റീഡറിനെ ഡിപ്പെൻഡ് ചെയ്താണ്. സോ റീഡർ ആരാണ് എന്നതനുസരിച്ചാണ് ഈ പറയുന്ന എല്ലാ ഡേറ്റുകളും ഉണ്ടാവുക. അപ്പൊ എല്ലാ ഡേറ്റുകളും ഇൻക്ലൂഡ് ചെയ്താണോ ലെറ്റർ എഴുതേണ്ടത് എന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അല്ലെ? അതെ. അപ്പൊ റീഡർ ആണ് അത് ഡിസൈഡ് ചെയ്ത്. നമുക്ക് ഒരുപാട് ഡേറ്റ് വരാം, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഡേറ്റ് വരാം. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇന്നലത്തെ കാര്യം അവർക്ക് പറയാം. കണ്ടോ? അങ്ങനെ വേണമെങ്കിലും ഡേറ്റ പ്രസന്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് 22 എന്ന ഡേറ്റില് 21 ഡേറ്റ് ഇട്ട് ഞാൻ ഈ ഡേറ്റ് അവിടെ പ്രസന്റ് ചെയ്ത്. സോ അങ്ങനെയും വരാം. കണ്ടോ? ഇതെല്ലാം ഫെമിലിയർ ആയിട്ട് നല്ല മിടുക്കരായിട്ട് പോയി നാളെ എക്സാം എഴുതിയിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നാളെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ടുമോറോ is your day. നിങ്ങളുടെ ഒരു എഫേർട്ടിന്റെ, ഇത്ര നാളത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ, അല്ലെ, നിങ്ങളുടെ ഒരു പെയിൻ, എല്ലാത്തിന്റെയും ഒരു എൻഡ് റിസൾട്ട് ആണ് നാളത്തെ പെർഫോമൻസ്. സോ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം റിലാക്സ് ചെയ്ത് വേണം നാളെ എക്സാമിന് പോവാൻ. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ നാളത്തെ എക്സാമിന് പോവാം. ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. ഇനി അതുപോലെ തന്നെ നീത്തൂസ് ഫാമിലി ഒരു 1 year എഗോ, അല്ലെ, ലാസ്റ്റ് ഇയറിൽ
നീതൂസ് നഴ്സസ് ഡേ അവാർഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നഴ്സസിന്റെ നഴ്സസിന് വേണ്ടി, നഴ്സിംഗ് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു നേഴ്സായ അല്ലെങ്കിൽ നഴ്സിംഗ് ഫാമിലിയിലുള്ള ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് നീതൂസ് ഫാമിലിയിലുള്ള എല്ലാവരും അതിന്റെ പാർട്ടാണ്. സോ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അവാർഡാണ് നഴ്സസ് ഡേ അവാർഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ഇയറിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള അവാർഡാണ് നീതൂസ് നഴ്സസ് ഡേ അവാർഡ് എന്ന് പറയുന്നത്. സോ ബെസ്റ്റ് നഴ്സിനും അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് നഴ്സിംഗ് സ്റ്റുഡന്റിനുമാണ് അവാർഡ് കൊടുക്കുക. അതിന്റെ നോമിനേഷൻസ് നമ്മൾ സ്വീകരിച്ചു തുടങ്ങി. എല്ലായിടത്തും നിങ്ങൾക്ക് അതിനെപ്പറ്റി കാണാൻ പറ്റുന്നുണ്ട്. സോ എലിജിബിൾ ആയിട്ടുള്ള നഴ്സസ് കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് സ്വന്തമായോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെയോ നിങ്ങൾക്ക് ഈ ഒരു അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യാം. സോ എല്ലാവരും അതിനുവേണ്ടി നിങ്ങൾക്ക് പരിചയമുള്ള അർഹതയുണ്ടായിട്ടും അംഗീകരിക്കപ്പെടാത്ത അനേക ആളുകൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അവരെ നോമിനേറ്റ് ചെയ്യുക. ഏറ്റവും അർഹരായ, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിയിലോട്ട് തന്നെ നമ്മുടെ ഈ ഒരു എഫേർട്ട് എത്തിച്ചേരണം എന്നത് തന്നെയാണ് നമ്മുടെ ഫാമിലിയുടെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി, ഈ വർഷവും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സോ എല്ലാവരും കാര്യമായിട്ട് ഈ കാര്യങ്ങളെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിലും നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ വേറെ ആരെങ്കിലും ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അർഹത ലഭിക്കേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന നഴ്സുമാരെ നിങ്ങൾക്കറിയാം. സോ അവരെ നോമിനേറ്റ് ചെയ്യുക. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ജൂറി പാനല് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ നോമിനേഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഫൈനൽ ആയിട്ടുള്ള ആളെ നമ്മൾ തിരഞ്ഞെടുക്കുക. സോ എല്ലാവരും ഈ ഒരു കാര്യം മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലോട്ട് എത്താം. മാക്സിമം നോമിനേഷൻസ് നമുക്ക് വരണം. ഒരുപാട് നോമിനേഷൻസ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് ആളുകളിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ കാര്യം കൂടെ ഒന്ന് മൈൻഡിൽ വെക്കുക. May 12th എന്ന് പറയുന്ന നഴ്സസ് എന്ന് പറയുന്ന ഡേ നമ്മുടെ ദിവസമാണ്, നഴ്സസ് ഡേ ആണ്. പലപ്പോഴും ആ ഒരു ദിവസം മാത്രമാണ് ആളുകൾ നഴ്സസിനെ ഓർക്കുക, അല്ലെ? അതെ. എന്നാലും ഒത്തിരി അംഗീകരിക്കപ്പെടേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളിലോട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് അവരെ അംഗീകരിക്കുക എന്നൊരു കോൺസെപ്റ്റിലാണ് നീതൂസ് നഴ്സസ് ഡേ അവാർഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും 100% നിങ്ങളുടെ എല്ലാവരുടെയും കോപ്പറേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇത് നമ്മുടെ ഒരു അവാർഡാണ് ഫോർ അവർ കമ്മ്യൂണിറ്റി. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ അതിനെ കാണാം. മാക്സിമം അതിനുള്ള കാര്യങ്ങളിലും നോമിനേഷൻസിലും ഒക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബെസ്റ്റ് നേഴ്സ് മാത്രമല്ല, നഴ്സിംഗ് സ്റ്റുഡൻസിനും ഉണ്ട്. സോ നിങ്ങളുടെ പരിചയത്തിലുള്ള ടാലന്റഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ എവിടെയും നഴ്സിംഗ് പഠിക്കുന്ന മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികളെയാണ് നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുക. ലോകത്ത് എവിടെയും വർക്ക് ചെയ്യുന്ന മലയാളി നഴ്സസ് തന്നെ ആയിരിക്കും ബെസ്റ്റ് നഴ്സിന്റെ കാറ്റഗറിയിലോട്ട് നോമിനേഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. സോ May 5th വരെയാണ് നോമിനേഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അതിന് മുമ്പ് തന്നെ മാക്സിമം ആളുകളിൽ നിന്ന് നോമിനേഷൻസ് വരുന്ന രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഓക്കെ, യെസ്, thank you, but it is great thing. Thank you, very informative. I can't nominate ma'am. Okay, fine, thank you ഒരുപാട് പേര്. ഓക്കെ, ഫൈൻ. എനിക്ക് തോന്നുന്നു സോ ഇറ്റ് ഇസ് ദ ടൈം ടു വൈൻഡ് അപ്പ്. ഓക്കെ, അപ്പൊ റൈറ്റിംഗ് ഡിപിക്ഷൻ തുടക്കത്തിൽ ഭയങ്കര ടഫ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ നല്ല ക്ലാരിറ്റി വന്നു. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് വരുമ്പോൾ ഡേറ്റിൽ കൺഫ്യൂസ്ഡ് ആവാതെ എങ്ങനെ ലെക്ചർ ഓർഗനൈസ് ചെയ്യാം എന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇറ്റ് ഇസ് ദ ടൈം ടു വൈൻഡ് അപ്പ്. എല്ലാവരും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. യെസ്, താങ്ക് യു. യെസ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു റിബ. യെസ്, താങ്ക് യു ആശ. ഗുഡ് നൈറ്റ്. Thank you. Good night. Yes, Sajita. Yes, thank you, Lakshmi. Thank you, everyone. Yes, good night. All the best to those attending. All the best to those attending the exams. Yes, thank you so much. Thank you once again. Thank you all, and good night to all. We will meet again with the next writing depiction. Thank you.